കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യേശു അരുളി ചെയ്തു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ ഉറകെട്ട് പോയാൽ ഉപ്പിനെ എങ്ങനെ വീണ്ടും പുറത്തേക്ക് വലിച്ചെറിയും? മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകും. അപ്രകാരം മനുഷ്യർ നിങ്ങളെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കും. കർത്താവിന്റെ സുവിശേഷം. യേശുവിൽ എത്രയും പ്രിയമുള്ളവരെ, ഇന്ന് സാർവത്രിക സഭ യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ലാറ്റിൻ റൈറ്റിൽ അത് ആഘോഷിക്കുന്നത് ഈ വരുന്ന ഞായറാഴ്ചയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാൾ, അതിന് മുൻപിൽ ത്രിത്വത്തിൻ്റെ തിരുനാൾ. ഇങ്ങനെ 3 തിരുനാളുകൾ ഒരുമിച്ച് സഭയിൽ ആഘോഷിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ദിവ്യകാരുണ്യ തിരുനാൾ. അന്ന് ഞാൻ ഇടവക ജനങ്ങളോട് 2 ചോദ്യം ചോദിച്ചു. ആ 2 ചോദ്യം ഇതായിരുന്നു. ഒന്ന്, നിങ്ങൾ എന്തിനാണ് ദേവാലയത്തിൽ വരുന്നത്? അവരുടനെ മറുപടി പറഞ്ഞു. കുറച്ചു പേര് പറഞ്ഞു പ്രാർത്ഥിക്കാൻ വരുന്നു, ചിലവർ പറഞ്ഞു ദിവ്യബലി കാണാൻ വരുന്നു, ചിലവർ പറയുന്നു കുർബാന അർപ്പിക്കാൻ പറയുന്നു. ഇതെല്ലാം ശരി തന്നെ. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, എന്താണ് അത്ഭുതം എന്ന് ചോദിച്ചു. നമ്മൾ എല്ലാവരും ഇന്ന് ഈ അത്ഭുതങ്ങൾക്ക് പിറകെ ഓടുന്നവരാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അത്ഭുതമുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ അതിന് പിറകെ ഓടുമെന്നത്. പലവരും പല രീതിയിൽ അത്ഭുതം എന്ന് ചോദിച്ചപ്പോൾ അതിന് പല രീതിയിൽ ഉത്തരം പറഞ്ഞു. ജീവിതത്തിൽ നമ്മൾ ആകസ്മികമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ അതിനെ